ഞായറാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും മാത്രം ഓപ്പൺ ആവുന്ന മാർക്കറ്റാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് സംഭവം പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ കൂടെയുള്ള മലയാളി ഫാമിലി തന്നെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ട്രാവലിങ്ങിനൊക്കെ ആശ്രയം ഓട്ടോ തന്നെയാണ്. ഞങ്ങളുടെ ബൈക്കും കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ. നമ്മുടെ ഫാമിലി ക്വാർട്ടേഴ്സിൽ നിന്ന് മെയിൻ ഗേറ്റിലേക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഒരു 4-4.5 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. ഓട്ടോ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഓട്ടോ വിളിച്ചാൽ നമുക്ക് ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് ഓട്ടോ കിട്ടും. മാർക്കറ്റിലെത്തിയപ്പോൾ എനിക്ക് ശരിക്കും ആ വൈബ് ഇഷ്ടപ്പെട്ടു. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെസ്റ്റ് ബംഗാൾ അത്ര നീറ്റ് അല്ലാത്ത ഒരു സ്ഥലമാണ്. അങ്ങനെയൊക്കെ ശരിയായിരിക്കാം. കുറേ സ്ഥലങ്ങൾ കുറച്ച് മെസ്റ്റപ്പൊക്കെ ആയിട്ടാണ് കിടക്കണേ. എന്നാൽ പോലും ഞാനിപ്പോൾ ഒരു നാട്ടിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസസ് അല്ലെങ്കിൽ മോള്, ടൗൺ ഇതിനേക്കാളൊക്കെ എനിക്കിങ്ങനെ ലോക്കൽ ഏരിയയിൽ തെണ്ടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു മാർക്കറ്റ് ആക്ച്വലി നമ്മുടെ മെയിൻ ഗേറ്റിൽ നിന്ന് അത്ര വലിയ ദൂരത്തൊന്നുമല്ല, അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് മിക്ക ഞായറാഴ്ചകളിലും എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വരുന്നത് ഇവിടെ തന്നെയായിരിക്കും കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടും എന്നതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വരുന്നത്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ മാർക്കറ്റിലാണെങ്കിലും ഇനി ടൗണിലും മോളിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ പോലും ഒട്ടും കിട്ടാത്ത സംഭവമാണ് ചെറിയുള്ളി. ചെറിയുള്ളി തരാൻ പറയുമ്പോൾ സവാളയിൽ ഏറ്റവും ചെറുത് നോക്കി എടുത്ത് തരികയാണ് ഇവർ. അതല്ലാതെ ചെറിയുള്ളി ഇവർക്ക് എന്താണെന്നും കൂടി അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വലിയ മാർക്കറ്റിൽ ചെറിയുള്ളി അവൈലബിളേ അല്ല. ഇനി ഇവിടെ കോക്കനട്ട് ഓയിൽ കിട്ടാനും വലിയ പാടാണ് കേട്ടോ. കോക്കനട്ട് ഓയിൽ സാധാരണ ഒരു ലോക്കൽ സ്റ്റോറിലും ഇല്ല. പിന്നെ ഇങ്ങനെ മോൾസിലൊക്കെ പോകുമ്പോൾ അവിടെ വെർജിൻ കോക്കനട്ട് ഓയിൽ അത്യാവശ്യം നല്ല റേറ്റിലുണ്ടാവും. അതല്ലാതെ കോക്കനട്ട് ഓയിൽ ഇവിടെ ലഭ്യമല്ല കേട്ടോ. ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ബെങ്ദുബി ആണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി സിലഗുരി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോന്നു കേട്ടോ.